ഹായ് ഫ്രണ്ട്സ്, ഇത് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് നമ്മൾ ഒരു RT3 ആണ്. വീണ്ടും ഇതൊന്നുമില്ല, അനക്കമില്ല. ഇപ്പം നമ്മളിത് പൊക്കി എടുക്കുവാണ്. ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ റിലീസ് ചെയ്തെടുത്തു. അതിപ്പോൾ അതിൻ്റെ സ്പീക്കർ കണ്ടോ, സ്പീക്കറിനൊരു തുള വീണിട്ടുണ്ട്. ആരോ ഇത് സർവീച്ചതാണ്. സ്പീക്കറിൻ്റെ തുള കാണിച്ച് ഇതാണ് തുള. ഇതുണ്ട്, ഒരു തുള വീണിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ആ സ്പീക്കർ അഴിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വയറൊക്കെ പറഞ്ഞു കിടക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേയുടെ വയറും ഒക്കെ ഊരിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കമ്പിയെല്ലാം കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, കമ്പിയൊക്കെ ഇത് ആരോ അറിയത്തില്ലാത്തവർ കൊടുത്ത് ഇങ്ങനെയൊന്നുമല്ല, ഇത് ഈ കമ്പിയല്ല കൊടുക്കേണ്ട, വേറെ കമ്പിയാണ്. പിന്നെ ഈ പേപ്പർ മാറണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റാണ്. ഇത് മലേഷ്യയാണ്. ഇപ്പോൾ വിയറ്റ്നാമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അഴിച്ചതെങ്കിൽ ഇത് മലേഷ്യ. അപ്പോൾ ഒരു മാർക്ക് എറിഞ്ഞെടുത്ത് എൻ്റെ ജോബ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേ നമ്മളിത് ഊരിയിട്ടിരുന്നത് എന്തുകൊണ്ടാണ്? ഡിസ്പ്ലേ പോയതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് സ്വാഭാവികമായിട്ടുള്ളതാണ്. എല്ലാം ഊരിയാണ് കിടന്നത്. എന്നാലും നമ്മളൊന്ന് കുത്തി നോക്കുകയാണ്. കുത്തി നോക്കി തെളിയാനാണെങ്കിൽ ഇപ്പോൾ കുത്തി നോക്കുമ്പോൾ തെളിയണം, ഇത് വർക്കിംഗ് ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇല്ല, ഡിസ്പ്ലേ പോയതാണ്. അതുകൊണ്ടായിരിക്കും ഊരിയിട്ടിരുന്ന്. ഡിസ്പ്ലേ ഇല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഊഫർ എടുത്ത് ഈ സെറ്റ് നമ്മളിവിടെ ഇട്ട് അടച്ചു മാറ്റി വെക്കുകയാണ്. ഊഫർ റെഡിയാക്കിയതിന് ശേഷം വേണം ഈ സാധനം എടുക്കാൻ. സ്ക്രൂവിന് വേറൊരിടത്തും കാണുന്നില്ലല്ലോ അല്ലേ? പവർ സപ്ലൈ കണ്ടോ, സോണിയുടെ ഒരു 55 ഇഞ്ച് TV ആണ്. നല്ല സ്ട്രോങ് പവർ സപ്ലൈ ആണ്. ഇതാണ് അതിൻ്റെ മദർ ബോർഡ്, സ്പീക്കർ. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ KD55X 7002G ആണ്. ഇതിൻ്റെ റിമോട്ട് സെൻസർ മാറാനാണ്. ബോർഡ് നമ്മുടെ കയ്യിൽ ഒരെണ്ണോ കിട്ടിയിട്ടുണ്ട്. ആ ബോർഡ് വർക്ക് ചെയ്യുന്നതാണെന്ന് ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ തന്നെ ബോർഡാണോ എന്ന് നോക്കാം. അതെന്ന് തോന്നുന്നു. വർക്ക് ചെയ്യുമെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് അകത്ത് കയറ്റാം. വർക്കിംഗ് ആണ്. നമ്മുടെ കവറിനകത്തിന് കയറ്റിയാൽ മതി. ഇപ്പോൾ ഈ PCB ഇതിനകത്ത് കയറ്റണം, ഈ കവറിനകത്തിന് കയറ്റണം. ഇതെല്ലാം ലോക്കാണ്. ലോക്ക് അഴിച്ച് ഈ PCB കറക്റ്റായിട്ട് ഇതിനകത്ത് സ്യൂട്ടാക്കിയാൽ ഇവിടെ LED ഒക്കെ വരണം.
അത് ചെയ്യാൻ പോവാം. ചെയ്തിട്ട് കാണിക്കാം. പഴയ ബോർഡ്, ഇത് പുതിയ ബോർഡ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യുകയാണ്. പുതിയ ബോർഡ് ഇതിനകത്ത് ഫിക്സ് ചെയ്തു. ഇതാണ് നമുക്ക് പുറത്തേക്ക് ലൈറ്റ് വരുന്ന സെൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണിത്. ഇതുവഴിയാണ് സെൻസർ കത്തുന്നു ലൈറ്റ് വരുന്നതല്ല. റിമോട്ട് സെൻസർ ഇതാണ്. ഇതതിൻ്റെ ലൈറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു ഷോ കേസാണ് ഡ്യുവൽ. കണ്ടല്ലോ, ബെല്ലടിക്കുന്നു. എങ്ങനെ എടുക്കും? എങ്ങനെ ഞാൻ എടുക്കും? നിങ്ങൾ തന്നെ പറ. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വെട്ട് നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഇത്രയുള്ള സംഭവം. അതിൻ്റെ ഫ്രണ്ടിലത്തെ ലോക്കും ബാക്കിലത്തെ ലോക്കും റിമോട്ട് സെൻസറും കഴിയും. അപ്പോൾ ഇതാണ് റിമോട്ട് വിത്ത് ലൈറ്റ്. കാണാനുള്ളൊരു വരിയുണ്ട്. സെറ്റാവുമോ നോക്കാം. ഓക്കെയാണ്. ജിൻസി മേടിച്ചു. നീ മേടിച്ചു അവിടെ കൊടുത്തു. ഇത് മദർ ബോർഡ്, ഇത് പവർ സപ്ലൈ, അത് നമുക്ക് വൈഫൈയുടെ ഇത് 2 സ്പീക്കർ. ഇതാണ് സോണിയുടെ 55 ഇഞ്ചിൻ്റെ അകത്തെ അവസ്ഥ. വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ പവർ സപ്ലൈ ബോർഡ് മാത്രം കണ്ടാൽ മതി കേട്ടോ, മദർ ബോർഡും കണ്ടാൽ മതി. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. എങ്ങനെയോ സെൻസർ ഇങ്ങനെ പോകാറുണ്ട്, ചിലപ്പോൾ ഇടിയൊക്കെ വെട്ടിയിടാൻ പോയതായിരിക്കും. ഇതിലുള്ള സംഭവം. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ മുറുക്കി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടുമായി. ബാക്ക് കവറോടെ ഇട്ട് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. അവിടെ 4 ലോക്കുണ്ട് മണ്ടാൽ. ലോക്ക്
എൻ്റെ ലെവലിൽ വരണം. ആയിക്കോളും. നോക്കിയിരണേ ഏതൊക്കെ സ്ക്രൂ എവിടെ നിന്ന് അയച്ചു തന്നു കേട്ടോ, അറിയാമല്ലോ. ഈ ഒന്ന് ഈ മറ്റേ സ്ക്രൂ എടുത്തുണ്ടോ? പറഞ്ഞ ഇവിടെ വെക്കാം. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. സോണിയുടെ ഇപ്പോഴത്തെ ടി വിക്ക് വരെ ഹെഡ്ഫോൺ ഔട്ട് സോണി കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഓഡിയോ ഔട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പല കമ്പനികളും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് സാംസങ് എൽ ജിക്കൊന്നും ഇപ്പോൾ ഓഡിയോ ഔട്ടില്ല, അവർ ബ്ലൂടൂത്ത് വഴിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇപ്പോഴും ഹെഡ്ഫോൺ ഔട്ടും ഓഡിയോ ഔട്ടും സോണി മാനുവലായിട്ടും കൊടുത്തിട്ടുണ്ട്, ലാനിന് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ ഔട്ട് കൊടുത്തിട്ടുണ്ട്, സാധാരണ വീഡിയോ ഇൻപുട്ട് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ആൾക്കാർക്ക് വേണ്ട എല്ലാ സാധനവും കൊടുക്കാൻ സോണി ശ്രമിച്ചിട്ടല്ല കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മുറിക്കുക, സെയിം തന്നെ. സോണി $55 4K പിക്ചർ ക്വാളിറ്റി ഉണ്ടല്ലോ. അത് വേണ്ട ചോദിച്ചു. അടിപൊളി. ഓക്കെ, വിട്ടോ. നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ എറണാകുളത്ത് നിന്ന് വന്നതാണ്. ഇത് ഒരാൾ പേരെങ്ങനെയാ? വിൻസ്. ഹാരിസ് ഒരു സിനിമാറിനും കൂടെയാണ്. ഒത്തിരി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോ. പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി വലിയൊരു നടനായി മാറാനുള്ള എല്ലാ ലുക്കും മുഖത്തുണ്ട്. അങ്ങനെ ഒരാളാണ്. പിന്നെ ഒരു സിനിമ ഹിറ്റായാൽ മതി തലവരെ മാറാൻ, വേറെ അധികം ഒന്നും വേണ്ട. പിന്നെ പിടിവിട്ടാൽ കിട്ടിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ ഹീറോ ബിജു കണ്ടിട്ടുള്ളവർക്കാർക്കും സാറിനെ മറക്കാൻ പറ്റിയല്ല. അതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ പടങ്ങളൊക്കെ വരും. ദിലീപിൻ്റെ പടമാണ്, മറ്റേത് നിവിൻ പോളിയുടെ പടമാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അത് കാണാത്തവരാരും കാണിയല്ല. സിനിമാ ഫീൽഡിനെ കുറിച്ച് പറഞ്ഞപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, എബ്രാത്തിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞൊരു സിനിമ മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. നല്ലപോലെ ഓടിയൊരു പടമാണ്. ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് എൻ്റെ ഒരു സുഹൃത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. മുണ്ടക്കയംകാരനാണ്. പുള്ളി പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഡെറ്റ്സൺ എന്ന് പറയും. നിങ്ങൾ ഒത്തിരി സിനിമയിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമയിലൊന്നുമല്ല, സീരിയലിൽ ഒത്തിരി സീരിയലിലുണ്ട്. ഏതാണ്ട് മറ്റേ പിന്നെ സീതയ്ക്കകത്തൊക്കെ നല്ല ഒത്തിരി റോളുണ്ട്. അപ്പോൾ പുള്ളി നമ്മുടെ സുഹൃത്തായതുകൊണ്ട് ഞാൻ എറണാകുളം പോയപ്പോൾ എന്നോട് കൂടെ പോന്നു. ഞാനപ്പോൾ അന്നേരം മമ്മൂട്ടി അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്ന് കയറി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി അന്നേരം ആ പടത്തിൻ്റെ ഒരു മേക്കപ്പിലായിരുന്നു. മേക്കപ്പിലിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ മിക്കവാറും സംവിധായകന്മാർ സമ്മതിക്കില്ല. സംവിധായകൻ വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല. പുള്ളി ഒത്തിരി നേരം സംസാരിച്ചു. മമ്മൂട്ടിക്ക് കാഞ്ഞിരപ്പള്ളിയായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. മമ്മൂട്ടിയുടെ പെങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ഇറക്കി കാഞ്ഞിരപ്പള്ളിക്കൊക്കെ വരാറുള്ള ആളാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് പുള്ളി ഒത്തിരി നേരം സംസാരിച്ചു. വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത് അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ്. അന്നേരം അവിടെ ഒരു തിരുമേനിയുണ്ട്. തിരുമേനിയാണ് ഈ ഫണ്ടിൻ്റെ കാര്യമെല്ലാം ചെയ്തിരുന്നത്. അന്നേരം അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരാളുടെ വ്യത്യാസം പറയാം, ആരാന്ന് ഞാൻ പറയുന്നില്ല, ഒരു നടൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ 2000 രൂപ
മേടിച്ച് അഭിനയിക്കാൻ വന്ന ഒരു നടനും അന്ന് അഭിനയിക്കാൻ വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ കോമ്പിനേഷനായിട്ട് ആ സിനിമയിൽ. അതിനകത്തൊരു പ്രധാന റോൾ അഭിനയിക്കുന്ന ആളാണ്. ഞാൻ ഏത് നടനാണെന്ന് പേര് പറയുന്നില്ല, കാരണം അത് തീർച്ചയായും വ്യക്തിപരമായതുകൊണ്ട്. അപ്പം തിരുമേനി എന്നോട് പറഞ്ഞത് ഇപ്പം തന്നെ 25 ലക്ഷം രൂപ ഓൾറെഡി ഞാൻ അങ്ങേർക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ഈ കൈ കൊണ്ട് തന്നെ ഞാൻ 2000 രൂപ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, 25 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പലപ്പോഴായിട്ടല്ല, ഈ അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിന് 2000 രൂപ കൊടുത്തിട്ടുള്ളൂ. ഈ എബ്രാഹിത്തിൻ്റെ സന്ധികൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ 25 ലക്ഷമായി ആ നടൻ്റെ. അപ്പോൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആരെയും കുറച്ച് കാണാൻ പറ്റത്തില്ല. 2000-ൽ നിന്ന് 25 ലക്ഷത്തിലെത്താൻ അധികം നേരമൊന്നും വേണ്ട. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായി ഡയറക്റ്റായിട്ട് എന്നോട് ബോധ്യമുള്ളൊരു കാര്യം, എല്ലാവരും ആരും പറഞ്ഞു കേട്ട കഥയൊന്നും അല്ല ഞാനീ പറയുന്നത്. ഡയറക്റ്റായിട്ട് എനിക്ക് ബോധ്യമുള്ള കഥയായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നടനാന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത്, നടൻ്റെ വാല്യൂ നമുക്ക് ഒരിക്കലും അത് വില വെക്കാൻ പറ്റാത്ത ഒരു വാല്യൂ ഉള്ള ഒരു ഫീൽഡാണ്. അത് നമുക്ക് 25 ലക്ഷം രൂപ കിട്ടിയാൽ ആ രൂപ നമ്മൾ സൂക്ഷിച്ച് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് കൊള്ളാം. അതെല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞാൽ പല നടന്മാരെ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് പോട്ടെ, ഇവർ നമുക്ക് സ്പീക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, നമ്മുടെ സോണിയുടെ സബ് വൂഫർ. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യുവാണ്, അതൊന്ന് നോക്കിക്കോ. ഇന്ന് എന്നാണേലും ഞാൻ എൻ്റെ ഒരു എന്നാ നമ്മുടെ ഒരാളുണ്ട് ഇവിടെ, പുള്ളി ചെയ്യുന്ന കാര്യക്കും കാണിക്കുന്നത്. ഞാൻ 2-3 ചെയ്തില്ല, അപ്പോൾ ബോറ് വേണ്ട, പുള്ളി ചെയ്യട്ടെ. ഓക്കെ. രണ്ടുപേരും കല്യാണമൊക്കെ കഴിച്ച ആൾക്കാരാണോ? കഴിച്ചിട്ടില്ല, സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ക്രോണിക് ബാച്ചിലർ എന്ന് പറയാൻ പറ്റില്ല, ക്രോണിക് അല്ല, അത് ബാച്ചിലറാണ് ഇപ്പോൾ ആസ്വദിക്കുന്നത്, മനസ്സിലായില്ലേ? മറ്റേത് വലിയ പ്രശ്നങ്ങളാണല്ലോ, പലയിടത്തും വിഷയങ്ങളാണ്. എല്ലാവരും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പൊതുവെ പണ്ടത്തേതിലും പ്രശ്നങ്ങളാണ് കൂടുതലാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ പെണ്ണുങ്ങൾക്ക് വരുമാനമായി, പിന്നെ ഈ മൊബൈൽ ഒരു വലിയ ഘടകമാണ്. മൊബൈലിലൂടെ പല കോളുകളും പിന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് ഇപ്പം ഭർത്താവിനെ സംബന്ധിച്ച് ഭർത്താവ് ജോലിക്ക് പോവുകയും ഭർത്താവ് അതനുസരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ചക്കര മുത്ത തേനെ പാലയെന്നൊന്നും വിളിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല, ആ സമയം കിട്ടുകയില്ല. അപ്പം വേറെ അവന്മാർ ചക്കര മുത്ത തേനെ പാലയെന്നൊക്കെ ചിലപ്പോൾ വിളിക്കുമ്പോൾ അവർക്ക് വള ഊരി കൊടുക്കുക, മാല ഊരി കൊടുക്കുക, വേണേൽ അവൻ്റെ കൂടെ പോവുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വിഡ്ഢികളാകരുത് ഈ വീട്ടമ്മമാരൊന്നും, അത്രയും വിഡ്ഢികളാകരുതെന്ന് എനിക്ക് പറയാനുണ്ട്. മുത്ത ചക്കര മുത്ത എന്ന് പറഞ്ഞൊരു ക്രിസ്മസ് കരോൾ ഗാനമുണ്ട്, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഒരു പിള്ളേർ പാടിയതാണ്, മുത്തേ മുത്തേ ചക്കര മുത്ത എന്ന് പറഞ്ഞൊരു. അപ്പം ഞങ്ങളുടെ പൂച്ച ഞങ്ങൾ മുത്ത എന്നാണ് വിളിക്കുന്നത്. പൂച്ച ഈ പാട്ട് കേട്ടിട്ട് പുറകെ വശത്തൂടെ ഇങ്ങനെ ചിഹ്നം പിന്നെ നടക്കുകയായിരുന്നു, മുത്ത മുത്തെന്ന്. ഇപ്പം ഇടയ്ക്ക് പൂച്ച ഞങ്ങളോട് പിണങ്ങിയൊക്കെ അടുത്ത വീട്ടിലൊക്കെ പോകുന്ന പൂച്ചയായിരുന്നു. ഈ പാട്ട് പാടിച്ചാൽ പിന്നെ പൂച്ച ഇപ്പോൾ അവിടുന്ന് പോകത്തേയില്ല, ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ് പൂച്ച. ഞങ്ങൾ എന്നാൽ അന്നേരം വീട്ടിൽ കയറി വരും, എല്ലാം ഒന്ന് കറങ്ങും. കാരണം പൂച്ച വിചാരിച്ചിരിക്കുന്ന പൂച്ച മുത്ത ചക്കര മുത്ത എന്ന് കരോളുകാരെ ഞാൻ കാശ് കൊടുത്തു കൊണ്ടുവന്ന് പാടിച്ച് പുള്ളിയെ പുകഴ്ത്തുകയെന്നാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത്. അപ്പം മൃഗങ്ങൾക്ക് പോലും പുകഴ്ത്ത ഇഷ്ടമാണ്, പിന്നെ എല്ലാം മനുഷ്യർ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പുള്ളി കോളേജ് പ്രൊഫസറായിരുന്നു, റിട്ടയർഡ് കോളേജ് പ്രൊഫസറാണ്. അധ്യാപകനാകുമ്പോൾ അധ്യാപന പല അനുഭവങ്ങളുണ്ടല്ലോ. പുള്ളി എന്നോട് പറഞ്ഞ് ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്, നിന്നെ ആരെങ്കിലും കൂടുതലായിട്ട് പുകഴ്ത്തിയോ ആരെങ്കിലും നിന്നെ പൊക്കി പറയുകയോ നീ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നിന്നെ പൊക്കുകയോ ചെയ്താൽ അവനെ നീ സൂക്ഷിച്ചോണം. അവൻ നിനക്കിട്ട് എന്തോ പണി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവന് നിന്നെ കൊണ്ട് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് നിന്നെ കുറ്റം പറയുന്നവനെ വേണം നീ കൂടുതൽ മനസ്സിലാക്കാൻ. നിന്നെ കുറ്റം പറയുന്നവരായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവരും നിൻ്റെ നന്മ കാംക്ഷിക്കുന്നവരും. മറ്റവൻ നിന്നെ സ്നേഹിക്കുന്നവനായിരിക്കില്ല, നിന്നെ ചതിക്കുഴി വീഴ്ക്കാനും പലതും നിൻ്റെ നിന്ന് നേടാനുമുള്ള ഒരു തന്ത്രമായിരിക്കുമെന്ന്. അത് വളരെ ശരിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപദേശം എൻ്റെ അപ്പം തന്നിട്ടുണ്ട്. അത് വളരെ ഇതിൽ ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും സൂചിപ്പിക്കുമ്പോൾ ഞാൻ കണ്ടമാനം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കേൾക്കട്ടെ. എറണാകുളത്താണ്. ആ, എറണാകുളത്ത് എവിടെയാ കറക്റ്റ്? എളമക്കര. ഓക്കെ. മോഹൻലാലിന്റെ ആദ്യത്തെ വീടാതാന്ന് തോന്നുന്നു അല്ലേ? കൊറോണ സമയത്തൊക്കെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ക്രൗൺ പ്ലാസയുടെ ഒക്കെ അങ്ങോട്ട് മാറി. അതെ, ഇത് ഇടക്കാലത്ത് അമ്മ അവിടെ താമസിച്ചോണ്ടിരുന്നു അല്ലേ? എടുപ്പത്തിന്. ഓക്കെ ഓക്കെ. പുള്ളി അമ്മയ്ക്ക് എന്നായിരുന്നു അസുഖം? എന്നായിരുന്നു? സ്ട്രോക്ക് വന്ന് തളർന്നു പോയല്ലേ? ഓ അത് ശരി. 90 വയസ്സുണ്ട്. ഓക്കെ. അവിടെ വന്നാലും ഭയങ്കര ആൾക്കൂട്ടമായിരുന്നിരിക്കുമല്ലോ കാണാനൊന്നും. വണ്ടികളെല്ലാം കൂടെ വന്നിട്ടേ. ട്രിവാൻഡ്രത്തിന് കൊണ്ടുപോയി അടക്കിയത് അവിടെ ആയതുകൊണ്ട്.
അവിടെ മരിച്ചത്. അവിടുന്ന് ആ വീട്ടിൽ എറണാകുളത്താ മരിച്ചേ. ആ. അത് വീട്ടില് ICU പോലെ സെറ്റ് ചെയ്തേക്കായിരുന്നു. ഓ ഓ ഓ ശരി ശരി. ഡോക്ടറും നേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ആശുപത്രി കിടക്കുന്നതിലും അതേ സെറ്റപ്പ് വീട്ടിൽ ചെയ്തിരിക്കുക. അതൊക്കെ പറ്റിയ വീടാണ്. ആ മോഹൻലാലിന് അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. ഇപ്പൊ കൊല്ലത്തൊരു കശുവണ്ടിക്കാരൻ പുള്ളി മേടിച്ചാന്നറിയില്ല. ഈ പിള്ള പുള്ളിയുടെ വീടായിരുന്നു അത്. ഇനി മേടിച്ചാന്നറിയില്ല മോഹൻലാൽ. എനിക്കറിയാം. രവി മറ്റേ റിസോർട്ടൊക്കെ ഉള്ള രവി. അതിന് മുമ്പ് ദിലീപയുടെ വാടക. അതെയോ? അപ്പൊ ഒരു ഹിസ്റ്ററി വീടാ. വീടാണ് ദിലീപ് ഇപ്പൊ താമസിക്കുന്ന വീട് പണി നടക്കുമ്പോ അവിടെ താമസിക്കും. ശരി ശരി ശരി. അതിന്റെ ഓക്കെ ഓക്കെ. സൗകര്യമുള്ള സ്ഥലമായോണ്ട്. ചേട്ടൻ്റെ സ്ഥലം അവിടെ തന്നെയാണോ? നിങ്ങള് അപ്പോൾ ഇനി കുറച്ച് സിനിമകളിലൊക്കെ നമുക്ക് നല്ല സംവിധായകന്മാരൊക്കെ കണ്ട് എന്നാണേലും ഒരു വെറൈറ്റി ഫിഗറുണ്ട്. നിങ്ങൾക്കൊരു വെറൈറ്റി ഫിഗറുണ്ട്. അതാണ് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. സൗന്ദര്യത്തിലല്ല. ഇപ്പം വേറെ ചില നടന്മാരുടെയൊക്കെ കാണാമല്ലോ. വേറെ നമുക്ക് ഒരു ഫിഗറും ഇല്ലെങ്കിലും വേറെ വലിയ മിടുക്കന്മാരായി പോയ ആളൊക്കെയാണ്. പ്രത്യേകിച്ച് നമുക്ക് എടുത്ത ഒരാളുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആളെയൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. സംഗതി വരുന്നുണ്ടെങ്കിൽ, സംഗതി പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ, പിന്നെ വരയും കൂടെ ക്ലിയർ ആണെങ്കിൽ ഭാഗ്യമാണ്. ആരെങ്കിലും നമ്മളെ സഹായിക്കാമെന്ന് പറ്റിയല്ല. അല്ല ഒന്നും ഒരു നടനാകുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ കോടികൾ വേണം, നമ്മൾ തന്നെ പടം പിടിക്കണം. അത്ര നടക്കുള്ളൂ. പിന്നെ ആ പടത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇന്നത്തെ പിള്ളേർക്കൊന്നും സിനിമ കാണാനൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. എന്നാലും നല്ല പടത്തിന് നല്ല ആളുണ്ട് താനും. അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ എടുത്താൽ നല്ല പടത്തിന് ആളുണ്ട്. അപ്പോൾ നമുക്ക് സ്പീക്കർ പണിയിലേക്ക് പോവാം. ഓക്കെ, രണ്ടുപേരെയും പരിചയപ്പെട്ടു. ഇവരും തിരിച്ചു പോകണ്ടേ ഇനി? ചേച്ചി ആ ഡോറിഞ്ഞ് അടച്ചത് ചേച്ചി, ഉള്ള തണുപ്പെല്ലാം പോവും. അത് ചിപ്പ്വുഡ് എന്ന് പറയും. ചിപ്പ്വുഡ് എന്നാണ് അത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പല സൈസ് തടികളെല്ലാം പൊടിയായിട്ട് അരച്ചിട്ട് അതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുന്ന എക്കോ വരികയില്ല. ഈ പുറത്തുനിന്ന് എനിക്ക് അടുത്ത് കൊണ്ടുവന്ന് സ്പീക്കർ പൊട്ടിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചാൽ എത്ര വീഡിയോ ഇട്ടാലും പുതിയ ആൾക്കാരെ കാണുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, എന്നാലേ വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താലേ വരത്തുള്ളൂ. അത് ആൾക്കാർക്ക് അറിയത്തുമില്ല പലർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ. പിള്ളേരോടൊക്കെ ചോദിച്ചൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അത് ആദ്യം ഇവിടെ കൊണ്ട് നോക്കും, വാറണ്ടി പേപ്പർ. പിന്നെ അടുത്ത് വയറ് ഫിറ്റ് ചെയ്ത് വരണം. വയറ് നമുക്ക് എത്ര മീറ്റർ ഇടേണ്ടി വരും? ഒരു 4 മീറ്റർ 5 മീറ്റർ വേണോ ഊഫറിന്? അപ്പോൾ ഒരു 4 മീറ്റർ പുതിയ വയർ വന്നിട്ടുണ്ട് മോനെ. 0.75 പുതിയ വയർ. അതൊന്ന് കാണിച്ചു കൊടുത്തേ എനിക്ക്. ഏറ്റവും പുതിയ വയറൊന്ന് കാണിച്ചു കൊടുത്തേ. കിട്ടിയോ? പുതിയ ചുമല അതല്ല, പുതിയതല്ല. അത് ഫിനോലെക്സിൻ്റെ അല്ലേ? ജോലിയൊക്കെ എന്നതാ? ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഷോപ്പുണ്ട്, മെൻസ് വെയർ. ഇതാ പുതിയത്. ഇത് പൊട്ടിച്ചു. എൻ്റെ പേരെന്നാ കടയുടെ? ഓറിയോൺ. ഓറിയോൺ എന്ന് പറഞ്ഞ് പണ്ടൊരു കമ്പനി ഉണ്ടായിരുന്നു, ഓറിയോണിൻ്റെ TV ഉണ്ടായിരുന്നു, DVD ഫാന്, DVD പ്ലെയറൊക്കെ ഉണ്ടായിരുന്നു. ഓറിയൻ്റ് അല്ല, ഓറിയോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എവിടുന്നാ ഈ പേരെടുത്തിട്ടെ? അങ്ങനെയല്ല, നമ്മളൊരു പേരിടുമ്പോൾ അതിനൊരു വാല്യൂ നോക്കണം. ഇപ്പോൾ ജിൻസി എന്നാ പേര്, ജിൻസി എന്നാ ഉള്ള പേര്. ജിൻസിൻ്റെ പേരിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ബ്യൂട്ടി ദ ക്യൂട്ടി എന്നാണ് ജിൻസി എന്ന് പറഞ്ഞാൽ. സോണി എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ്, സൗണ്ട്. സൂപ്പർ സോണിക് വിമാനം എന്ന് കേട്ടില്ലേ? ശബ്ദത്തിനേക്കാൾ വേഗതയുള്ളതിനാണ് സൂപ്പർ സോണിക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. അതുപോലെ ഓറിയോണിനും എന്തെങ്കിലും അർത്ഥം കാണും. ഗ്രഹമാണോ? ആയിരിക്കും. നിങ്ങൾ നമ്മൾ തീരുമാനത്തിലെത്താം അവസാനം.
അതേതാ ഏതാ ആ ഗ്രഹം. അല്ല നീ ചന്ദ്രൻ്റെ എന്തോ കാര്യം കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടായിരുന്നു. ആ ചന്ദ്രന് ഓരോ ദിവസം ഓരോ കളറായിരിക്കും. ഒരു ഞായറാഴ്ചത്തെ കളർ എന്നാ എനിക്ക് ഒരെണ്ണം ഒഴിച്ചാൽ മതി. ഒരെണ്ണം ഒഴിച്ചാൽ മതി. അപ്പോൾ എടുക്കാൻ നോക്കും. ഹോസ്റ്റലിൽ പിള്ളേർ വയറ് പോയ ബ്ലൂവൊക്കെ ഇടുവാണ്. വന്നതിന് സോഫിയുടെ സബ്ബൂഫറൊക്കെ കാണിച്ചാൽ സൂപ്പർ സാധനം. നേരെ വെച്ചിട്ട് ഈ അടിയിലത്തെ ബാസോള് താഴോട്ടാണ് വെക്കുന്നത്. ആ അപ്പോൾ നേരെ അങ്ങനെ വെച്ച് സെറ്റാക്കുക. വേണ്ട താഴെ മതി. താഴെ പോരെന്ന് അവരോടൊന്ന് ചോദിച്ചാൽ ആ താഴോട്ടായിരിക്കും നല്ല. കുഴപ്പമൊന്നും കുഴപ്പമൊന്നും കണ്ടുപിടിച്ചോ അവൻ ചെയ്യുന്നതൊക്കെ. നാളെ തന്നെ ഉണ്ടാക്കണ്ട. എല്ലാ സ്ക്രൂവും കിട്ടും വെച്ചോ. ഗ്രില്ല് വേണ്ട അതിന്. അവന് പറഞ്ഞു കൊടുക്കണം പുള്ളി. ഗ്രില്ല് വേണേ വെക്കാം. ഗ്രില്ലില്ല ഗ്രില്ലില്ല. അതിൻ്റെ മൊത്തം കവർ ചെയ്തൊരു ഗ്രില്ല് അങ്ങോട്ട് വെച്ചാൽ മതി. ആ ചതുരത്തിൽ ഇവിടെ ഇല്ല, അങ്ങനെ ഇല്ല. ആ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ്. പിന്നെ ഒരുവിധം കട്ടിയുള്ള പേപ്പറാണ് അത്. അങ്ങനെയൊന്നും ആ പേപ്പർ പോകത്തില്ല. ആ അതിനെന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ അലുമിനിയത്തിൻ്റെ നെറ്റ് കിട്ടും. അലുമിനിയത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു കട്ട് ചെയ്തിട്ട് 4 സൈഡിൽ അങ്ങോട്ട് അടിച്ചു പിടിച്ചാൽ മതി. പിന്നെ വലുതാകുമ്പോൾ പറിച്ച് കളയും ചെയ്യും. ആ അപ്പം മെയിൻ നടന്മാരുടെയൊക്കെ എന്തുമാത്രമേ അഞ്ചാറ് ദിവസം പോയാൽ അത് ചെയ്യാൻ വേണ്ടി. ആ ആ ബംഗ്ലാവ് പോലീസ് സ്റ്റേഷൻ ആക്കിയിരിക്കുക. എടുത്തു. ഇത് പിന്നെ നിനക്ക് മേളിൽ പോകണ്ട. ഇനി പിന്നുണ്ടാക്കാൻ ഇതിനകത്ത് പിന്നുണ്ട്. ഫിറ്റ് ചെയ്തതാണ്. നേരത്തെ ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ ഒറിജിനലിനേക്കാളും കൂടുതൽ ഈ മാർക്കറ്റിലുള്ളത് കോപ്പിയാണ്. ആ കറക്റ്റ് കോപ്പിയാണ്. പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള ഒരു വലിയൊരു യൂട്യൂബറാണ് പുള്ളി. ഈ ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് JBLനും എന്തോ പയ്യനെ പേരെനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ പുള്ളിയുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ പുള്ളിക്ക് കുറച്ച് വിവരമൊക്കെ ഉള്ള ഒരു പയ്യനാണ്. പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി തന്നെ ഇങ്ങനെ പറഞ്ഞു, സോണിക്കും JBLനൊന്നും പഴയ പെർഫോമൻസ് ഇല്ല. ലോക്കൽ സാധനങ്ങൾ ശരിക്കും അതല്ല അതിനകത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ല. ഈ ഒറിജിനൽ സാധനം വെക്കുമ്പോൾ നമുക്ക് പെർഫോമൻസിൻ്റെ മാറ്റം മനസ്സിലാവും.
അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫീൽഡാണ് ഈ സ്പീക്കർ. ഞാൻ എല്ലാ സൈസ് സ്പീക്കർ കൊണ്ട് ഞാനൊന്നും എടുക്കാത്ത. ഇപ്പോൾ ചെയ്യേണ്ടി വന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഈ ആംപ്ലിഫയർ TV21 കൊണ്ടുപോയ സബ്സ്ക്രൈബേഴ്സ് തന്നെ അവിടെ വെച്ചാൽ അപ്പം അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. മണ്ടയിട്ടാൽ മതി. വേറെ 6 6 ഹൈറ്റ് 9 വരും, വീതി 6 വരും. ഇതിന്റെ അടുത്ത സൈസ് എന്ന് പറഞ്ഞാൽ അത് ഇതേ ഉള്ളൂ അല്ലേ? നിങ്ങളുടെ കൊറിയർ ഏതാ? സിഗ്നലോ? പിക്സൽ. PICDL പിക്സൽ. ഓക്കെ ഓക്കെ. ബില്ലടിച്ചു. മറ്റേ അവരുടെ പൈസ സീൽ ചെയ്ത് കൊടുക്കും. അത് വേണ്ടല്ലേ, അത് നമുക്കുള്ള ബില്ലല്ലേ, അവരുടെ പേപ്പർ മാത്രം കൊടുത്താൽ മതി. ഓൾ കേരള ഉണ്ട്. കേരളത്തിന് പുറത്തുണ്ടോ നിങ്ങൾ? കേരളത്തിന് പുറത്തുണ്ട്. ബോംബെക്കൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല അല്ലേ? വരേ ഉള്ളൂ. ഓക്കെ ഓക്കെ. സ്പീക്കറിൻ്റെ കൂടെ വരുന്ന സ്പീക്കർ വയറാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഈ സ്പീക്കറൊക്കെ ഭയങ്കര ഒരു ഹരമായിട്ടുണ്ടാക്കുമായിരുന്നു, ആംപ്ലിഫയറൊക്കെ. എന്നൊക്കെ എത്ര രൂപ മുടക്കിയാന്നറിയോ? കലത്തിനകത്ത് കൊടുക്കുക. കലമായിരുന്നു പണ്ട്. കലം കാശില്ലാത്തതുകൊണ്ട്, പെട്ടി മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കലത്തിനകത്ത് നിർവാഹമുള്ളൂ. അതെ നിർവാഹമുള്ളൂ. കട്ടിലിനടിയിൽ 2 കലത്തിനകത്ത് സ്പീക്കർ വെച്ചിരിക്കും. ഇതിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി ഈ സ്പീക്കർ മാനുഫാക്ചറിങ്. കാരണം ഇത്രയും വില കുറച്ച് നമുക്ക് ഒരു ആശാരിക്ക് ഒരു ദിവസം 2 കൂട്ടാൻ അവൻ മേടിക്കും 2000 രൂപ ആശാരിക്കാവും. ഇതിപ്പോൾ ഫാക്ടറി ചെയ്യുന്നതുകൊണ്ടാണ് ഈ വില കുറച്ച് കിട്ടുന്നത്. പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ട് നാടകക്കാരുടെ സ്പീക്കർ ബോക്സിന്റെ അടി പോയി നിൽക്കുമായിരുന്നു. ബാസ് കേൾക്കാനും ഐഡിപ്പ് കേൾക്കാനും ഒക്കെ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ പൊൻകുന്നത്തോട് വന്നപ്പോൾ ഏഞ്ചൽ വോയിസിൻ്റെ ഗാനമേള നടക്കുന്നു. അത്യാവശ്യം ആളുണ്ട്, ഒത്തിരി ആളൊന്നുമില്ല. എന്നാലും ഇപ്പോഴും ഏഞ്ചൽ വോയിസ് ഗാനമേളയൊക്കെ ആയിട്ട് നടക്കുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അത് കേൾക്കാൻ ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നല്ലോ എന്ന്. ഒരു കാലത്ത് ഏഞ്ചൽ വോയിസ് ഭയങ്കര ഫേമസ് ആയിരുന്നു. മൂവാറ്റുപുഴയല്ലേ, മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ്. ഏഞ്ചൽ വോയിസിൽ റിമി ടോമിയൊക്കെ ഏഞ്ചൽ വോയിസിന് പാടിക്കൊണ്ടിരുന്നവരാണ്. നല്ല ഗ്രൂപ്പായിരുന്നു അല്ലേ? നല്ല പാട്ടുകാർ വേണം, സ്റ്റേജ് ഇളക്കി മറിക്കുന്ന പാട്ടുകാർ വേണം. അങ്ങനെ ഉണ്ടായാലേ ആൾക്കാർ നിൽക്കുകയുള്ളൂ. റിമി ടോമിയുടെ ഗാനമേള പണ്ട് പൈകപ്പള്ളിയിൽ നടന്നൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ആളായിരുന്നു. പിന്നെ എളംകുളത്തുണ്ടായിരുന്നു. എളംകുളത്ത് റിമി ടോമിയുടെ ഗാനമേളയുടെ ഇടയ്ക്ക് ജെയ്സൺ എളംകുളം ഈ നമ്മുടെ ബീന ആൻ്റണിയെയും, അന്ന് ബീന ആൻ്റണിയൊക്കെ കത്തിനിൽക്കുന്ന കാലത്താണ് എളംകുളം പള്ളിയിലെ പെരുന്നാളിന്. ബീന ആൻ്റണിയെയും ഞങ്ങളന്ന് പെരുന്നാൾ ചെയ്ത സമയത്ത് ബീന ആൻ്റണി 3-4 നടിമാരെ അവർ ഈ ജെയ്സൺ കൊണ്ടുവന്നായിരുന്നു. വെറുതെ സ്റ്റേജേ വന്ന് എല്ലാവരും ഒന്ന് ഒരു പെരുന്നാളിനൊരു ഓളം. എന്നെ മാത്രമേ ഞാനൊന്ന് ഓർക്കുന്നുള്ളൂ. ബാക്കി സ്ത്രീ അശോകം വന്നു. മെഡിക്കൽ കോളേജ് കോട്ടയം. ഞാൻ മാതാനത്തെ പഠിച്ചത്. അപ്പോൾ 8147. അപ്പം
അതിരമ്പുഴ അപ്പൊ PTMS നിർത്തി ഇപ്പൊ ഇല്ല. ആ നിർത്തി അപ്പൊ പുളിയക്കാർക്ക് ഇപ്പൊ ബസ്സില്ലേ? ബസ് ഇല്ലാന്ന് തോന്നുന്നു. ബസ്സെല്ലാം നിർത്തിയില്ല. KMS പോയ പോലെ നിർത്തിക്കാം. KMS വന്ന് വലിയ ഇതല്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു പാട്ടിട്ട് നോക്കാം, ബ്ലൂടൂത്ത് ഇട്ട് നോക്കാം. എങ്ങനെയുണ്ട്? വീടുട്ടിയായി. ഞാൻ പഴയ പാട്ടിടാം. ഈ ടി വിയിലോട്ട് എന്തായാലും ദൂരമുണ്ടോ? ഓക്സ്ഫോർഡിന് 3 മീറ്റർ വേണം.
3 മീറ്ററിൻ്റെ ഒരു കോഡ് തന്നെ ജിൻസി. HDMI ആണോ അതോ? അല്ല, ഓക്സ്. ഇതേ ഓക്സ് കേബിൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ജിൻസിയുടെ പ്രത്യേക ഇത് പ്രമാണിച്ച് ഞാൻ ഓക്സ് കേബിൾ കാണിക്കുകയാണ്. അതാരോ ജിൻസിയെ വിളിച്ച് ചോദിച്ചു ഓക്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്സ് ഇവിടെ ഉണ്ട്, ഇത് കണ്ട് ഇതിൻ്റെ താഴെയുണ്ട്. ടി വിയുടെ സൗണ്ട് കൊടുക്കാൻ ഇത് വേണേൽ ഇത് കണ്ടോ, ഇവിടെ ഇതിലോട്ട് നേരിട്ട് അങ്ങ് കുത്തിയാൽ നേരെ ഓക്സേലായി, ഓൾറെഡി ആയി. ഇനിയിപ്പോൾ നമ്മൾ ഓക്സ് ഇവിടെ തൊട്ടാൽ മതി. ഇതിപ്പോൾ കേൾക്കാം എൻ്റെ ഓഡിയോ കേൾപ്പി കണ്ടോ. ഇത് 2 ചാനലുണ്ട്, നല്ല പവർഫുള്ളാണ്. ഒരു 1, 2 ഞാൻ കാണിക്കാം, തൊട്ട് കാണിക്കാം. ഇതൊരു ചാനല്, ഇതടുത്ത ചാനല്, ഇതടുത്ത്. അപ്പോൾ ടി വിയിലോട്ട് നേരിട്ട് കൊടുത്താൽ സൗണ്ട് കിട്ടിക്കോളും. ഇത് കുത്തി വെച്ച് ടി വിയിൽ എപ്പോഴും കണക്റ്റ് ആയിക്കോളും. ഓണാകുമ്പോഴേ ടി വിയിലോട്ട് കണക്റ്റായി പാട്ട് വന്നോളൂ. നമുക്ക് ആവശ്യമുണ്ട്, ബ്ലൂടൂത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വേണം ഓണാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതും കൂടെ കാണിച്ചില്ലെന്ന് എനിക്ക് പറയല്ലേ. അതൊക്കെ വേണ്ടാത്തൊക്കെ. ഇത് ഇത് കണ്ടോ, 2 ലൈനുള്ള ഓക്സ് കേബിളേ പറ്റുള്ളൂ. ഇതാണ് സ്റ്റീരിയോ ഓക്സ് കേബിൾ. ഈ മൊബൈലിന് വരുന്നത് 3 ലൈനുള്ള. ആ സാധനം ഇതേ കുത്തിയാൽ അതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോവും. അതാണ് എല്ലാവരും മേടിച്ച് കുത്തുന്നത്. കുത്തിക്കഴിഞ്ഞ് സൗണ്ട് മൂളിച്ച വരും, കമ്മി. മൂളൽ. ഇന്നലെ അയാളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുളക്കം. മുളക്കം വരുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു, മുളക്കം. അപ്പം മുളക്കം വരുന്നത് അതുകൊണ്ടാണ്, ഓക്സ് കേബിൾ ശരിയല്ലാഞ്ഞിട്ടാണ്. അല്ല മുളക്കം വരികയില്ല. അപ്പോൾ നമ്മൾ S21 അടിപൊളിയല്ലേ, പക്കാല്ലേ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് ഇത്ര നേരം വർക്ക് ചെയ്തിട്ട് ഇതൊന്ന് നോക്കിയോ, കൈയിട്ട് നോക്കിയോ, അകത്ത് ഒരു തൊള്ളി ചൂടായിട്ടുണ്ടോ എന്ന് നോക്കിയോ. ഒരു തൊള്ളി ചൂടാകത്തില്ല. ഷോക്ക് അടിക്കാമെന്ന് കൂടെ കൈയിട്ട് കാണിക്കുക. അത് ഷോക്കൊന്നും അടിക്കില്ല. ഇല്ല, ഷോക്കൊന്നും അടിക്കില്ല. വേറെ 24 വോൾട്ടേ ഉള്ളൂ. 24 വോൾട്ട്, ഒരു 100 വോൾട്ട്. ഇല്ല, അങ്ങനെയൊന്നും പോകല. ഇത് കണ്ടില്ലേ, ഇത് പറഞ്ഞൊന്നും പോലെയല്ല. ഇതേതെങ്കിലും ഒരു അകത്തൊരു പെട്ടിക്കകത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല. നമുക്കിത് ഇതിൻ്റെ ഭംഗിയൊന്നും പുറത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇത് എർത്തും കൂടെ ഉള്ള ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഷോക്ക് അടിക്കില്ല. കാരണം എർത്ത് എന്തിനാണെന്ന് വെച്ചാൽ എന്ത് ലീക്കോ എന്ത് പ്രശ്നം വന്നാലും എർത്തായി പോകും. എർത്തുള്ളത്തോളം കാലം നമുക്ക് ഷോക്ക് അടിക്കില്ല. എർത്താണ് ഈസി. ഈ ഷോക്ക് എന്ന് പറയുന്നത് എന്നാ, കറണ്ട് അവിടെ വന്നിട്ട് അതിനെ പാസ് ചെയ്ത് ഭൂമിയിലേക്ക് പോകാനുള്ള നമ്മുടെ ശരീരത്തിനെ ഒരു ജാലകമാക്കി മാറ്റുമ്പോഴാണ് ഷോക്ക് വരുന്നത്. നമ്മൾ വെള്ളം കൂടുതലുള്ള ആളായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടെ കണ്ടക്ട് ചെയ്ത് ഭൂമിയിലേക്ക് പോകുന്നു. ആ ഒരു കണ്ടക്ഷൻ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ കമ്പിയെ പിടിച്ചാൽ നമുക്ക് ഒരിക്കലും ഷോക്ക് അടിക്കില്ല. നമ്മളിപ്പോൾ ഈ 11K ലൈനെ പോയി പിടിച്ചാലും ഷോക്ക് അടിക്കുക. പക്ഷേ അതിൻ്റെ അപ്പുറം കിടക്കുന്ന മറ്റേ ലൈനുമായിട്ട് പിടിച്ചാൽ ഇത് തമ്മിൽ നമ്മൾ കണ്ടക്റ്റഡ് ആയിട്ടാണ് കാക്കയാന്ന് കണ്ടിട്ടുണ്ടല്ലോ. കാക്ക 2 ലൈനും കൂടെ പോയി മുട്ടിയാലേ കാക്കയാവുള്ളൂ. ഒരു ലൈനായിരിക്കുന്ന കാക്കയാകത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒളിച്ചു വിട്ടു ജിൻസി, ഇവരെ വിട്ടു, അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ പോട്ടെ. എറണാകുളം വരെ ചെല്ലേണ്ടതല്ലേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.